Stress strain relationship metrics for solid mechanics problems. Consider the body as shown in figure, which is subjected to the stresses sigma x, sigma y and sigma z. നമ്മളൊരു 3-dimensional ബോഡിയെ കൺസിഡർ ചെയ്യുന്നു. അതിൽ സിഗ്മ എക്സ്, സിഗ്മ വൈ, സിഗ്മ ഇസഡ് എന്ന് പറഞ്ഞ സ്ട്രെസ്സസുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. അത് ഫിഗർ നോക്കിയാൽ കാണാം. എന്നിട്ട് അക്കോർഡിംഗ് ടു ഹുക്സ് ലോ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഹുക്സ് ലോ വെച്ച് സ്ട്രെസ്സ് സ്ട്രെയിനുമായിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കുമെന്ന്. അതിൻ്റെ ഇക്വേഷനാണ് സിഗ്മ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഇ ഇൻറ്റു സ്മോൾ ഇ. സ്ട്രെസ് എലോങ് എക്സ്, വൈ ആൻഡ് ഇസഡ് ഡയറക്ഷനാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഈ ഫിഗറിൽ നിന്ന് സ്ട്രെസ് എലോങ് എക്സ്, വൈ ആൻഡ് ഇസഡ് ഡയറക്ഷൻ. അപ്പോൾ എക്സ് ഡയറക്ഷനുള്ള സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ്. സിഗ്മ എക്സ് ഇസ് ഈക്വൽ ടു ഇ ആൻഡ് സ്മോൾ ഇ സഫിക്സ് എക്സാണ് വരുന്നത്, എന്ന് വെച്ചാൽ എക്സ് ഡയറക്ഷൻ. അതുപോലെ സിഗ്മ വൈ എ, സിഗ്മ ഇസഡ്. പിന്നെ സ്ട്രെയിൻ എലോങ് എക്സ് ഡയറക്ഷൻ, അതിൻ്റെ ഇക്വേഷൻ ഇ സ്മോൾ ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ ക്യാപിറ്റൽ ഇ. അതിൽ എക്സ് ഡയറക്ഷൻ ആണ് ആദ്യം കണ്ടുപിടിച്ചിരിക്കുന്നത്. പിന്നെ സ്ട്രെയിൻ എലോങ് വൈ ഡയറക്ഷൻ, സ്ട്രെയിൻ എലോങ് ഇസഡ് ഡയറക്ഷൻ. അത് ഇത്രയും കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഇക്വേഷൻസ് എല്ലാം കൂടെ എഴുതും. ഇ എക്സ് ഇസ് ഈക്വൽ ടു 1/e ഇൻറ്റു സിഗ്മ എക്സ് മൈനസ് മ്യൂ ഇൻറ്റു സിഗ്മ വൈ മൈനസ് മ്യൂ ഇൻറ്റു സിഗ്മ ഇസഡ്. അതുപോലെ ഇ വൈ, ഇ ഇസഡ് അതും എഴുതി. അതിനെയെല്ലാം കൂടെ നമ്മളൊരു മെട്രിക്സ് ഫോമിലോട്ട് എഴുതുക. ഈ മേളത്തെ ഇക്വേഷനെ നമ്മളൊരു മെട്രിക്സ് ഫോമിലോട്ടാക്കി എഴുതുക. അപ്പം ഇ എക്സ്, ഇ വൈ, ഇ സെഡ് ഇസ് ഈക്വൽ ടു 1/e ഇൻറ്റു മെട്രിക്സ് 1 മൈനസ് മ്യൂ അങ്ങനെ ആ ഫോമിലോട്ട് നമ്മൾ എഴുതി, ഈ മെട്രിക്സ് ഫോമിലോട്ട്. ആ മേളത്തെ ഇക്വേഷനെ ഈ താഴെ മെട്രിക്സ് ഫോമിലോട്ട് എഴുതിയാൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. എന്നിട്ട് നമ്മൾ ഈ മെട്രിക്സിനെ ഇൻവേഴ്സ് ആയെന്ന് പറഞ്ഞാൽ സമത്തിന് അപ്പുറം ഇപ്പുറം മാറുമ്പോൾ ഇൻവേഴ്സ് ആവുമെന്ന് അറിയാമല്ലോ. ഈ സിഗ്മയെ അപ്പുറത്തോട്ട് കൊണ്ടുപോയി എന്നിട്ട് ഇ എക്സ് എന്നുള്ള ടേം ആ മെട്രിക്സിനെ ഇപ്പുറത്തോട്ട് നമ്മൾ കൊണ്ടുവന്നു. അപ്പം നമുക്ക് ഇങ്ങനെ വന്നു, ഇൻവേഴ്സ് ഫോമിൽ വന്നു ആ മെട്രിക്സ്. അപ്പോൾ സിഗ്മ എക്സ്, സിഗ്മ വൈ, സിഗ്മ ഇസഡ് ഇസിക്കൽ ടു ഇ ഇൻറ്റു മെട്രിക്സ് ഓഫ് അത് വന്നിട്ട് അതിൻ്റെ ഇൻവേഴ്സ്, പിന്നെ അപ്പുറത്തെ ഇ എക്സ്, ഇ വൈ, ഇ സെഡ്. പിന്നെ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച ഈ മെട്രിക്സിനെ സോൾവ് ചെയ്യണമെന്ന്. സോൾവ് ദ എബോവ്. അപ്പം സിഗ്മ എക്സ്, സിഗ്മ വൈ, സിഗ്മ ഇസഡ് അത് അതുപോലെ എഴുതി. എന്നിട്ട് അകത്തുള്ള ആ ഇൻവേഴ്സ് എടുക്കണം. നമ്മൾ അകത്തുള്ള മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എടുക്കണം. ആ ഇൻവേഴ്സ് എടുത്ത ലാസ്റ്റ് കിട്ടുന്ന പ്രോഡക്റ്റ്, ലാസ്റ്റ് ഇൻവേഴ്സ് എല്ലാം എടുത്ത് നമുക്ക് സോൾവ് ചെയ്ത് കിട്ടുന്ന ഇക്വേഷനകത്ത് തന്നെ ഈ തന്നിരിക്കുന്നത്. അതിൻ്റെ താഴെ സോൾവ് ചെയ്യുന്ന സ്റ്റെപ്പ് പറയാവേ. ഇൻവേഴ്സ് എടുക്കുന്നത്, ഇൻവേഴ്സ് എന്ന് പറയുമ്പം ആ മെട്രിക്സിന് നമ്മൾ എ എന്ന് സങ്കല്പിക്കുക. അപ്പോൾ എ ഇൻവേഴ്സ് ഇസിക്കൽ ടു ഈ എ ഇൻവേഴ്സ് ഇസിക്കൽ ടു 1/determinant ഓഫ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ. അപ്പോൾ ആദ്യം നമ്മൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ കണ്ടുപിടിക്കുക. ആ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് ഉള്ള ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുക. അപ്പം ആദ്യം മെട്രിക്സ് അതുപോലെ എഴുതി, മെട്രിക്സ് എഴുതി. ആ മെട്രിക്സ് എഴുതിയിട്ട് ആ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അല്ലേ, മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാൻ അറിയത്തില്ലേ. ആ ഫസ്റ്റ് ടൈം 1 ഇൻറ്റു എന്നിട്ട് ആ റോയും കോളും ക്യാൻസൽ ആക്കിയിട്ട് ബാക്കി 1 ഇൻറ്റു 1 മൈനസ് മ്യൂ ഇൻറ്റു മൈനസ് മ്യൂ. അപ്പോഴാണ് ഫസ്റ്റ് ടൈം വന്നത്. അതറിയാമല്ലോ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാൻ. എയുടെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും 1 മൈനസ് 3 മ്യൂ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു മ്യൂ ക്യൂബ്. അപ്പോൾ നമുക്ക് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നതിൽ ഡിറ്റർമിനൻ്റ് എ കിട്ടി. ഇനിയും കണ്ടുപിടിക്കേണ്ടത് അഡ്ജോയിൻ്റ് എ. അഡ്ജോയിൻ്റ് എ എന്ന് പറഞ്ഞാൽ അഡ്ജോയിൻ്റ് എ നമുക്ക് പല ടൈപ്പ് കണ്ടുപിടിക്കാം. ഇതൊരു സിമ്പിൾ സ്റ്റെപ്പ് വെച്ചുള്ള കണ്ടുപിടിക്കുന്നതാണ്. അതിന് 3 സ്റ്റെപ്പേ ഉള്ളൂ. അത് പറഞ്ഞുതരാം. ഇത് അഡ്ജോയിൻ്റ് എ കണ്ടുപിടിക്കാനാണ്. അതുപോലെ ആ മെട്രിക്സിനെ തന്നെ നമ്മൾ എഴുതി. ആ മെട്രിക്സ് എഴുതി. നമ്മൾ മെട്രിക്സ് എഴുതിയിട്ട് ആ മെട്രിക്സിൻ്റെ ഫസ്റ്റ് C1 C2 എന്നുള്ള ഇത് കൊണ്ട് കോളം, ആ മെട്രിക്സിൻ്റെ C1 C2 കോളം കൂടെ ഒന്നുകൂടെ ആഡ് ചെയ്ത് എഴുതുക. നമ്മൾ ഈ മെട്രിക്സിൻ്റെ കൂടെ തന്നെ C1 C2 എന്ന് നമ്മൾ വേണ്ട ഇത് രണ്ടും C1 C2 അതിനാണ് നമ്മളൊന്നുകൂടെ ആഡ് ചെയ്ത് എഴുതി. എന്നിട്ട് ആ മെട്രിക്സ് വീണ്ടും എഴുതി. ആ മേളിലുള്ള ആ മെട്രിക്സ് ആണ് എഴുതിയേക്കുന്നത്. അതിൻ്റെ കൂടെ C1 C2 എന്നുള്ള മെട്രിക്സോട് ആഡ് ചെയ്ത് എഴുതിയേക്കുക. എന്നിട്ട് സ്റ്റെപ്പ് 2-നകത്ത് ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് എഴുതിയേക്കുന്ന ആ മേളത്തെ മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും സൈഡിൽ R1 R2 എന്ന് ഇട്ടേക്കുന്നുണ്ടോ, R1 R2 ആ ഫസ്റ്റ് റോയും
സെക്കൻഡ് റോയും നമ്മൾ അടുത്തതിനകത്ത് ആഡ് ചെയ്ത് എഴുതിയേക്കുവാണ്. എന്നിട്ട് സ്റ്റെപ്പ് 2 എന്ന് എഴുതിയേക്കുന്നുണ്ടോ, അതിനകത്ത് ഈ സ്റ്റെപ്പ് 2 മെട്രിക്സിനകത്ത് നമ്മൾ മേളത്തെ രണ്ട് R1 R2 റോയൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, മേളത്തെ C1 C2 കോളം ആഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ R1 R2 കൂടെ ആഡ് ചെയ്ത് എഴുതിയേക്കുന്നത് ഈ മെട്രിക്സ്. അതെ, ഈ മെട്രിക്സ് അതെല്ലാം കൂടെ ആഡ് ചെയ്ത് എഴുതിയേക്കുക. എന്നിട്ട് അതിൻ്റെ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും എലിമിനേറ്റ് ചെയ്തിട്ടേക്കുന്ന ഞാൻ അപ്പം അവിടെ വരച്ചിട്ടേക്കുന്നുണ്ടോ, അതങ്ങനെ എലിമിനേറ്റ് ചെയ്തേക്കുക. അത് നമുക്ക് വേണ്ട, അത് നമുക്ക് വേണ്ടേ. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള 4x4 മെട്രിക്സിനൊക്കെ ഉണ്ടോ കൊണ്ട് കാണിക്കാവേ. തൻ്റെ ഈ അകത്ത് കിടക്കുന്ന ഈ മെട്രിക്സ് മാത്രം, അത് മാത്രം എഴുതിയേക്കുക അതായിട്ട്. നമ്മൾ മറ്റേ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും കളഞ്ഞു, എന്നിട്ട് അത് എഴുതിയിട്ട് അതിനെ നമ്മൾ ഇത് ചെയ്തേക്കുക, എന്തുവാ മൾട്ടിപ്ലൈ ചെയ്തില്ലേ സാധാ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുമ്പോൾ ചെയ്യുന്ന പോലെ. കണ്ടോ വരച്ചിട്ടിട്ടുണ്ട് അകത്ത്. അത് തന്നെ ഈ 4 എണ്ണം, പിന്നെ അടുത്തത് ഈ 4 എണ്ണം, പിന്നെ ഈ 4 എണ്ണം, അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ആ ചെയ്യുന്ന ഓരോന്നിനും ഫസ്റ്റ് ഈ ചെയ്യുന്ന ഇപ്പോൾ ഫസ്റ്റ് ചെയ്ത് കിട്ടുന്നത് നമ്മൾ ഈ മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്മൾ താഴോട്ട് കണ്ട കോളം വൈസാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് ഈ കോളം വൈസാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. പക്ഷേ എഴുതുമ്പം ഈ ഫസ്റ്റ് കോളം ചെയ്ത് എഴുതുന്നത് ഇവിടെ എഴുതി, ഈ സെക്കൻഡ് കോളം എഴുതിയത് നമ്മൾ റോയിൽ എഴുതി പോകുന്നത്. മനസ്സിലായോ? ആൻസറിൽ എഴുതി പോകുന്നത് നമ്മൾ റോയിൽ എഴുതി പോകും. മനസ്സിലായോ? അങ്ങനെ നമുക്ക് ഈ താഴത്തെ ഇത് കിട്ടി. തന്നെ ഇത് കിട്ടി. നമ്മളിതിനെ മേളത്തെ ഇത് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുന്നതിനെ താഴോട്ട് എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ താഴെ ഞാൻ കാണിച്ച് മനസ്സിലായി, റോ വൈസ് ആയിരിക്കും നമ്മൾ ചെയ്ത് വരുന്നത്, പക്ഷേ ആൻസർ എഴുതുന്ന കോളം വൈസ് ആയിരിക്കും. ഇപ്പം മേളത്തെ 1 × 1 1 മൈനസ് മ്യൂ ഇൻറ്റു മൈനസ് മ്യൂ, അത് മൈനസ് മ്യൂ സ്ക്വയർ, അപ്പം മ്യൂ സ്ക്വയർ വരും. അപ്പം 1 അത് ഫസ്റ്റ് ടൈം എഴുതിയേക്കുന്നത് താഴെ. പിന്നെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ മൈനസ് മ്യൂ ഇൻറ്റു മൈനസ് മ്യൂ, അതെന്തുവാ മ്യൂ സ്ക്വയർ, മൈനസ് മ്യൂ ഇൻറ്റു 1, അപ്പോൾ മൈനസ് മ്യൂ തന്നെ വരും. അപ്പം മൈനസ് ആയി, അപ്പം മ്യൂ സ്ക്വയർ പ്ലസ് മ്യൂ. അത് എഴുതിയേക്കുന്നത് നമ്മൾ കണ്ടോ റോയിൽ എഴുതിയേക്കുന്നത്, കോളം ചെയ്ത് വരുന്നത് റോയിൽ എഴുതി പോകണമെന്ന്. എന്നിട്ട് നമുക്ക് അങ്ങനെ മെട്രിക്സ് കിട്ടി, അങ്ങനെ അകത്തുള്ള ഇത് കിട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ കിട്ടിയത് രണ്ടും കൂടെ എഴുതിയേക്കുന്നതാണ് ഇത്. ഇപ്പം കിട്ടിയത് ഇതും, പിന്നെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഡിറ്റർമിനൻ്റ് അഡ്ജോയിൻ ബൈ ഡിറ്റർമിനൻ്റ് എന്നായിരുന്നല്ലോ. അപ്പോൾ അത് മറ്റേ സോൾവ് ചെയ്തേ അതൊന്ന് നോക്കണേ, അപ്പം മനസ്സിലാവും. അപ്പോൾ അങ്ങനെ അതും കിട്ടി. പിന്നെ നമ്മൾ ഈ എഴുതിയേക്കുന്നത് ഈ മേളത്തെ തന്നെയാണ്, ഈ കണ്ടുപിടിച്ച് കിട്ടിയ ഈ സ്റ്റെപ്പ് തൻ്റെ ഇവിടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അത് ചെയ്യുന്ന മെത്തേഡാണ് പറഞ്ഞത്, ഇതെങ്ങനെ ഇതിലോട്ടായെന്ന് പറഞ്ഞു തന്നെ. അപ്പം നമ്മൾ ഇത് ചെയ്യുന്ന മെത്തേഡാണ്. ദെൻ കണ്ടിന്യൂവേഷനാണ്. പിന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ അതെഴുതി, എന്നിട്ട് നമ്മൾ 1 + മ്യൂവിനെ കോമൺ അങ്ങ് എടുക്കുക. അതുകൊണ്ട് ഈ 1 + മ്യൂവിനെ കോമൺ എടുത്തേക്കുന്നുണ്ടോ, അത് ഈ അകത്തുനിന്ന് എടുത്തേക്കുന്ന കോമൺ. അങ്ങനെ 1 + മ്യൂവിനെ നമ്മൾ ഈ ഡിറ്റർമിനൻ്റ് അകത്തുനിന്ന് കോമൺ എടുത്ത് വെളിയിലോട്ട്. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിനകത്ത് ആ 1 ഈ താഴെ കിടക്കുന്ന 1 - 3 മ്യൂ സ്ക്വയർ - 2 മ്യൂ ക്യൂബ് എന്നുള്ളതിനെ 1 + മ്യൂ ഇൻറ്റു 1 - 2 മ്യൂ എന്ന് എഴുതാം. തൻ്റെ ഈ താഴെ എഴുതിയേക്കുന്നുണ്ടോ, ഇങ്ങനെ എഴുതാം. അങ്ങനെ എഴുതിയിട്ട് മേളത്തെ 1 + മ്യൂവും ഒരു 1 + മ്യൂ നമ്മൾ ക്യാൻസലാവും. ക്യാൻസലായി കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ കിട്ടും. അതിനെ നമ്മൾ 1 എന്ന് കൊടുക്കുക, ഇക്വേഷൻ 1. ആ ഇക്വേഷൻ 1 എന്ന് കൊടുക്കുക. ദ ഷിയർ സ്ട്രെസ് ആൻഡ് ഷിയർ സ്ട്രെയിൻ റിലേഷൻഷിപ്പ് ഈസ് ഗിവൺ ബൈ ടോ ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു റോ. ആ ടോ എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ്, റോ എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെയിൻ, ജി എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് റിജിഡിറ്റി. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ടോ XY എന്ന് പറഞ്ഞാൽ XY ഡയറക്ഷനിലുള്ള ടോയും YZ ഡയറക്ഷനുള്ളതിൻ്റെ ഇക്വേഷൻ എഴുതിയേക്കുന്നത് ടോ XY ഈക്വൽ ടു ജി ഇൻറ്റു റോ XY, ടോ YZ ഈക്വൽ ടു ജി ഇൻറ്റു റോ YZ.
പിന്നെ ജിയുടെ ഇക്വേഷൻ നമുക്കറിയാം, ജിയുടെ ഇക്വേഷൻ അറിയാം, ജി സിക്കൽ ടു ഇ ബൈ 2 ഇൻറ്റു 1 പ്ലസ് മ്യൂ. അപ്പം നമ്മൾ ആ മേലത്തെ ടോ എക്സ് വൈക്ക് കൊടുക്കുക, ജിയുടെ സാധനം മാറ്റിയിട്ട് ജിക്ക് പകരം ഈ ജിക്ക് പകരം ഇവിടുത്തെ ജി ഇല്ലേ, ആ ജിക്ക് പകരം നമ്മൾ കൊടുക്കുക വേണ്ട ഇ ബൈ 2 ഇൻറ്റു 1 പ്ലസ് മ്യൂ ഇൻറ്റു റോ എക്സ് വൈ. എന്നിട്ട് അതിനെ ടോ എക്സ് വൈ സിക്കൽ ടു ഇ ബൈ 1 പ്ലസ് മ്യൂ ഇൻറ്റു 1 മൈനസ് 2 മ്യൂ. അത് അകത്തോട്ടിട്ടേക്കുവാണ്. അങ്ങനെ എഴുതി നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ സെക്കൻഡ് ഇക്വേഷനുമായി. അതുപോലെ ടോ വൈ ഇസഡ് കണ്ടുപിടിച്ചു, അത് തേർഡ് ഇക്വേഷന് കൊടുത്തു. ടോ ഇസഡ് എക്സ് കണ്ടുപിടിച്ചു, അത് ഫോർത്ത്. അത് അത്രയും കിട്ടിക്കഴിയുമ്പോൾ അസംബ്ലിങ് ദ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം കണ്ടു നമ്മൾ ഈ ജി ഒക്കെ ആഡ് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചെടുത്തത് ഈ ഇക്വേഷനും അതിന് മുമ്പ് നമ്മൾ 1 എന്നിട്ട് ഇക്വേഷൻ ഉണ്ടോ അതും എല്ലാം കൂടെ എടുത്ത് പിന്നെ നമ്മളൊരു മെട്രിക്സ് ഫോമിലോട്ട് ആക്കുക. മെട്രിക്സ് ഫോമിൽ എഴുതാനാണ്. അങ്ങനെ കിട്ടുന്ന മെട്രിക്സ് ഫോം തന്നെ ഈ കിടക്കുന്നു. അതിനകത്ത് എന്നിട്ട് അതിനെ നമ്മൾ ദ എബോവ് ഇക്വേഷൻ ഈസ് ഓഫ് ദ ഫോം ഓഫ് സിഗ്മ സിക്കൽ ടു മെട്രിക്സിനകത്താണ് മെട്രിക്സ് ഓഫ് സിഗ്മ ഇസിക്കൽ ടു മെട്രിക്സ് ഡി ഇൻറ്റു മെട്രിക്സ് സി എന്നാണ് ആ ഫോമിലോട്ട് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ആ സിഗ്മ ടേമിനെ അങ്ങ് മാറ്റിയിട്ട് ഡി എന്ന് പറഞ്ഞ് നമ്മളങ്ങ് കൊടുക്കുക. എന്നിട്ട് ഈ ഫോമിലോട്ട് എഴുതണമെന്ന് നമ്മൾ ഈ മേളത്തെ സാധനത്തിന് മേളിൽ കിട്ടിയിരിക്കുന്ന ഇതിനെ നമ്മൾ ഈ ഫോമിലോട്ട് ആക്കുന്നു. സിഗ്മ ഇസിക്കൽ ടു ഡി ഇൻറ്റു ഇ ആ ഫോമിൽ എഴുതിയേക്കുന്ന ഇത് ഡി ഇസിക്കൽ ടു കണ്ടോ, ഡി ഇസിക്കൽ ടു ഇ ബൈ 1 പ്ലസ് മ്യൂ ഇൻറ്റു 1 മൈനസ് 2 മ്യൂ. പിന്നെ മെട്രിക്സ്, പിന്നെ ഇ എക്സ് ഇ വൈ ഇ സൈഡ്, പിന്നെ ടോയും എല്ലാം കൂടെ ആഡ് ചെയ്ത് എഴുതിയേക്കുവാണ്. ഇക്വേഷൻ എല്ലാം കൂടെ ആഡ് ചെയ്തപ്പോഴേ ഇത്രയും ടേം വന്ന് എന്ന് പറഞ്ഞാൽ 2, 3, 4 അതിൻ്റെ എല്ലാം കൂടെ 2 ലെഫ്റ്റിലെല്ലാം മെട്രിക്സിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്ക്, അപ്പോൾ മനസ്സിലാവും. അങ്ങനെ ആ ഇത് എഴുതിയേക്കുന്നത്. എന്നിട്ട് അങ്ങനെ നമുക്ക് അത് കിട്ടി. ഇ എന്ന് പറഞ്ഞാൽ യങ്സ്, മ്യൂ എന്ന് പറഞ്ഞാൽ പോയിസൺസ് റേഷ്യോ, ഡി എന്ന് പറഞ്ഞാൽ സ്ട്രെസ് സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ് ഡി എ. ഓക്കെ, ഇനി പ്ലെയിൻ സ്ട്രെസ് ആൻഡ് പ്ലെയിൻ സ്ട്രെയിൻ. ഫോർ എ 2-dimensional എലമെൻറ്റ് പ്ലെയിൻ സ്ട്രെസ് ആൻഡ് പ്ലെയിൻ സ്ട്രെയിൻ ഫോർമുല ആർ ഗിവൺ ബിലോ. ഒരു 2-dimensional എലമെൻറ്റിലെ പ്ലെയിൻ സ്ട്രെസ്സും പ്ലെയിൻ സ്ട്രെയിനും കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് താഴെ തന്നിരിക്കുന്നത്. പ്ലെയിൻ സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല തന്നിരിക്കുന്ന സിഗ്മ എക്സ് സിഗ്മ വൈ ടോ എക്സ് വൈ സിക്കൽ ടു ഇ ബൈ 1 മൈനസ് മ്യൂ സ്ക്വയർ ഇൻറ്റു മെട്രിക്സ് ഓഫ് 1 മ്യൂ 0 മ്യൂ 1 0 0 0 1 മൈനസ് മ്യൂ ബൈ 2. അതിൻ്റെ മെട്രിക്സ് ഇ എക്സ് ഇ വൈ റോ എക്സ് വൈ. അതിന് നമ്മൾ 5 എന്ന് കൊടുക്കുക. ഇക്വേഷൻ 5 നമ്മൾ 4 വരെ എഴുതിയിട്ടുണ്ട്. ഇത് ഇക്വേഷൻ 5. ദ ഇക്വേഷൻ ഈസ് ഓഫ് ദ ഫോം. ഈ ഇക്വേഷനെ മറ്റേ ഫോമിലോട്ട് എഴുതണം. മെട്രിക്സ് സിഗ്മ ഇസിക്കൽ ടു ഡി ഇൻറ്റു ഇ എന്നുള്ള ഫോമിലോട്ട് എഴുതി. അങ്ങനെ കിട്ടിയേക്കുന്നത് ഡി ഇസിക്കൽ ടു ഇ ബൈ 1 മൈനസ് മ്യൂ സ്ക്വയർ ഇൻറ്റു 1 മ്യൂ 0 മ്യൂ 1 0 0 0 1 മൈനസ് മ്യൂ ബൈ 2 അങ്ങനെ കിട്ടിയേക്കുക. എന്നിട്ട് ദ ഇക്വേഷൻ 5 ഈസ് ദ എലമെൻറ്റ് സ്ട്രെസ് ഇക്വേഷൻ ആണ്. ഇക്വേഷൻ 5 എന്ന് പറഞ്ഞ സ്ട്രെസ് ഇക്വേഷനാണ്. ഇനി പ്ലെയിൻ സ്ട്രെയിൻ ഫോർ 2D എലമെൻറ്റ്. നമ്മൾ സ്ട്രെസ് മേളിൽ കണ്ടുപിടിച്ച പ്ലെയിൻ സ്ട്രെസ്, ഇതിന് പ്ലെയിൻ സ്ട്രെയിൻ ഫോർ 2D എലമെൻറ്റ്. ആ ഇക്വേഷനാണ് ഈ തന്നിരിക്കുന്നത്. സിഗ്മ എക്സ് സിഗ്മ വൈ ടോ എക്സ് വൈ ഈക്വൽ ടു ഇ ബൈ 1 പ്ലസ് മ്യൂ ബൈ ഇൻറ്റു 1 മൈനസ് 2 മ്യൂ. പിന്നെ മെട്രിക്സിനകത്ത് 1 മൈനസ് മ്യൂ മ്യൂ 0 മ്യൂ 1 മൈനസ് 0 അങ്ങനെ അത് എഴുതിയേക്കുവാണ്. ദ ഇക്വേഷൻ ഈസ് ദ ഫോം. അതിനെ നമ്മൾ സിഗ്മ ഡി ഇ ആ ഫോമിലോട്ട് എഴുതണം. അപ്പം അങ്ങനെ എഴുതുക. ഡി ഈസ് ഈക്വൽ ടു ഇ ബൈ 1 പ്ലസ് മ്യൂ 1 മൈനസ് 2 മ്യൂ. പിന്നെ മെട്രിക്സിനകത്ത് 1 മൈനസ് മ്യൂ മ്യൂ 0 മ്യൂ മ്യൂ 1 മൈനസ് മ്യൂ 0 0 0 1 മൈനസ് 2 മ്യൂ ബൈ 2. This is
പ്ലെയിൻ സ്ട്രെയിൻ ഫോർ 2D എലമെൻറ്റ് അതും കൂടെ ചെയ്യുവാണ്. അതുപോലെ ചെയ്തിട്ട് സിഗ്മ സിക്കൽ ടു ഡി ഇൻറ്റു ഇ ആ ഫോമിൽ എഴുതിയേക്കുക. ഇത് ആ സ്ട്രെയിൻ ഇക്വേഷന്, സ്ട്രെസ് ഇക്വേഷൻ, സ്ട്രെയിൻ ഇക്വേഷൻ അത് രണ്ടും എഴുതി. അത് കഴിഞ്ഞിട്ട് ഇനി ഇപ്പോൾ സ്ട്രെസ്സും സ്ട്രെയിനും 2D എലമെൻറ്റിൻ്റെ കിട്ടി നമുക്ക് ഇക്വേഷൻസ്. എന്നിട്ട് ബൈ സോൾവിങ് ദ CST എലമെൻറ്റ്, ആ എലമെൻറ്റിനെ സോൾവ് ചെയ്ത് നമുക്ക് അങ്ങനെ നമുക്ക് അത് സോൾവ് ചെയ്ത് മാക്സിമം നോർമൽ സ്ട്രെസ്സ്, മിനിമം നോർമൽ സ്ട്രെസ്സ്, പ്രിൻസിപ്പൽ ആംഗിൾ അത് മൂന്നും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് കിട്ടുമേ. അത് 6, 7, 8. സിഗ്മ മാക്സ് ഇസ് ഈക്വൽ ടു സിഗ്മ 1 ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 പ്ലസ് റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് ടോ എക്സ് വൈ ദ സ്ക്വയർ. പിന്നെ മിനിമം നോർമൽ സ്ട്രെസ് എന്ന് പറയുമ്പം സിഗ്മ മിനിമം ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 മൈനസ് റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് ടോ സ്ക്വയർ എക്സ് വൈ. അത് ഇക്വേഷൻ 7. പ്രിൻസിപ്പൽ ആംഗിൾ എന്ന് പറയുമ്പോൾ ടാൻ 2 തീറ്റ പി ഇക്വൽ ടു 2 ടോ എക്സ് വൈ ബൈ സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ. അത് ഇക്വേഷൻ 8. അപ്പോൾ അത്രേ ഉള്ളൂ. അത് കഴിയുമ്പോൾ നമ്മൾ ഇനി ഇത് വെച്ച് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് നോക്കുവാണേ. ഇതാണ് പ്രോബ്ലം. ഫോർ ദ പ്ലെയിൻ സ്ട്രെസ് എലമെൻറ്റ് ഷോൺ ഇൻ ഫിഗർ ദ നോഡൽ ഡിസ്പ്ലേസ്മെൻറ്റ് ആർ mu1 is equal to 2 mm, v1 is equal to 1 mm, u2 is equal to 0.5 mm. അങ്ങനെ u1, v1, u2, v2, u3, v3 എല്ലാം തന്നിട്ടുണ്ട്. അതെല്ലാം നോഡൽ ഡിസ്പ്ലേസ്മെൻറ്റുകളാണ്. പിന്നെ ഡിറ്റർമൈൻ ദ എലമെൻറ്റ് സ്ട്രെസ്സസ് സിഗ്മ എക്സ്, സിഗ്മ വൈ, ടോ എക്സ് വൈ കണ്ടുപിടിക്കണം. പിന്നെ സിഗ്മ 1, സിഗ്മ 2 കണ്ടുപിടിക്കണം. പിന്നെ പ്രിൻസിപ്പൽ ആംഗിൾ കണ്ടുപിടിക്കണം. അത് തീറ്റ പി. പിന്നെ ഇ തന്നിട്ടുണ്ട്, യങ്സ് മോളിൽ സി തന്നിട്ടുണ്ട്, പിന്നെ മ്യൂ തന്നിട്ടുണ്ട്, പിന്നെ ടി തന്നിട്ടുണ്ട്, തിക്നെസ് 10 mm തന്നിട്ടുണ്ട്. ആ നോഡൽ ഡിസ്പ്ലേസ്മെൻ്റ് എല്ലാം നമ്മളെടുത്ത് എഴുതി വെക്കുക. തന്നത് നോഡൽ ഡിസ്പ്ലേസ്മെൻറ്റ് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് തന്നിരിക്കുന്ന ആ ഫിഗർ എഴുതി. ഫിഗറിനകത്ത് തന്നിരിക്കുന്നത് 20, 30 എന്ന് പറയുന്ന x1, y1, 50, 120 എന്ന് പറയുമ്പോൾ x3, y3 ഒക്കെയാണ്. എന്നിട്ട് ഇ ഉണ്ട്. ആ ഇ തന്നേക്കുന്നത് നമുക്ക് ജിഗാ പാസ്കലില്ല. അപ്പോൾ അതിനെ മാറ്റി പാസ്കലിലോട്ടൊക്കെ മാറ്റിയ ജിഗാ പാസ്കലിനെ ജിഗ മാറ്റാനായിട്ട് 210 × 10⁻9 പാസ്കൽ. പാസ്കലിനെ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് എഴുതാം. അപ്പം 210 × 10⁻9 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. നമ്മളോട് പറഞ്ഞേക്കുന്ന മില്ലിമീറ്ററിലാണ് എല്ലാം ചെയ്യേണ്ടത്. അപ്പം അത് മില്ലിമീറ്ററിലാക്കാനായിട്ട് ആ മീറ്ററിനെ മില്ലിമീറ്ററിലാക്കാൻ × 10⁻³ അപ്പം അത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലേ. അപ്പം ബൈ വരും. അപ്പം 10⁻³ താഴെ വരും. അപ്പോൾ അത് 3 ആകത്തില്ലേ. അപ്പോൾ 3/3ൻ്റെ ഇതെന്ന് 3m/n. അപ്പോൾ m × n എന്ന് വരും. അപ്പോൾ ആ 10⁻6 എന്ന് താഴെ വരും. അത് മേളിൽ ചെല്ലുമ്പോൾ 10⁻6. അപ്പോൾ 210 × 10⁻9 × 10⁻6 എന്ന് വരും. അപ്പോൾ അത് നമ്മൾ ക്യാൻസലായ 210 × 10⁻³ എന്ന് വന്നേക്കുന്നത്. അത് മനസ്സിലായി. ആ മീറ്റർ സ്ക്വയറിനെ നമ്മൾ മില്ലിമീറ്ററിലോട്ട് ആക്കുമ്പോഴാണ് ബൈ 10⁻6 എന്ന് വരും. ആ ബൈ എന്നുള്ള ബൈ 10⁻6 എന്ന് വരും. ആ ബൈ മാറ്റി മേളിൽ ചെല്ലുമ്പോഴാണ് 10⁻6. ആ -6ഉം ജിഗയുടെ 10⁻9 നമ്മൾ ക്യാൻസലായ 10⁻³ വന്നേക്കുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഓരോന്നിനെ പറ്റി കൊടുത്തേക്കുന്നത്. പിന്നെ ഇത് തന്നേക്കുന്നത് പോയിസൺ റേഷ്യോ, തിക്നെസ് ഒക്കെ തന്നേക്കുന്നതും പിന്നെ കണ്ടുപിടിക്കേണ്ടത് ഇനി നോർമൽ സ്ട്രെസ്സ്, നോർമൽ ഷിയർ സ്ട്രെസ്സ്, മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ്സ്, മിനിമം പ്രിൻസിപ്പൽ സ്ട്രെസ്സ്. അതൊക്കെ സ്ട്രെസ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സ് സിഗ്മ ഇസ് ഈക്വൽ ടു മെട്രിക്സ് ഡി ഇൻറ്റു മെട്രിക്സ് ബി ഇൻറ്റു മ്യൂ.
സിഗ്മയുടെ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് സിഗ്മ വൈ ടോ എക്സ് വൈ, പിന്നെ സിക്കൽ ടു ഡി ഇൻറ്റു ബി. ഡി എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സും ബി എന്ന് പറഞ്ഞാൽ സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സും ആണ്. ഈ മ്യൂ എന്ന് പറയുന്നത് നോഡൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ് U1 V1 U2 V2 U3 V3 നോഡൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അതുമാണ്. അപ്പോൾ നമുക്ക് സ്ട്രെസ്സ് കണ്ടുപിടിക്കണമെങ്കിൽ സ്ട്രെസ്സ് ഈ ഫസ്റ്റ് സിഗ്മ എക്സ് സിഗ്മ വൈ ടോ എക്സ് വൈ എന്നുള്ള ഇതാണ്. അതിൽ നമുക്ക് സ്ട്രെസ്സ് കണ്ടുപിടിക്കാം. പക്ഷേ അതിന് ഈ ഡിയും ബിയും എന്തുവാന്ന് നമ്മൾ അറിയണം. നമുക്ക് ആകെ നോഡൽ ഡിസ്പ്ലേസ്മെൻറ്റ്സേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഡിയും ബിയും കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് കണ്ടുപിടിക്കേണ്ട മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ്സ്, മിനിമം പ്രിൻസിപ്പൽ സ്ട്രെസ് ഒക്കെയാണ്. അതിനെല്ലാം നമുക്ക് വേണ്ടത് സിഗ്മ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വേണം. സിഗ്മ എക്സ് സിഗ്മ വൈ എല്ലാം വേണം. അത് കണ്ടുപിടിക്കണം. അത് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും, സിഗ്മ എക്സ് സിഗ്മ വൈ. അപ്പോൾ അതിന് ആദ്യം നമ്മൾ ഡിയും ബിയും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് സിഗ്മ എക്സ് സിഗ്മ വൈ ഒക്കെ കിട്ടും. അപ്പം മിനിമം പ്രിൻസിപ്പൽ സ്ട്രെസ്സും മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ്സും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളേ. അത് കിട്ടിയാലേ നമുക്ക് പ്രിൻസിപ്പൽ ആംഗിളും എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. അതിനകത്തെല്ലാം നമുക്ക് ഈ ടേം ഉണ്ട്. ടോ എക്സ് വൈയും സിഗ്മ എക്സും സിഗ്മ വൈ ഒക്കെ ഉണ്ട്. നമുക്ക് ആകെ നോഡൽ നമ്മൾ ആദ്യം ഡി കണ്ടുപിടിക്കാൻ പോവാം. ഡി കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് മെട്രിക്സ് ഡി ഫോർ പ്ലെയിൻ സ്ട്രെസ് പ്രോബ്ലം. അപ്പം ഡിയുടെ ഇക്വേഷൻ തന്നിട്ടുള്ളത് ഡി ഈക്വൽ ടു E/1 - μ² ഇൻറ്റു മെട്രിക്സ് 1 μ 0 μ 1 0 0 0 1 - μ/2. അപ്പം പിന്നെ ബി കണ്ടുപിടിക്കാനുള്ള മെട്രിക്സ് സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ്. ബി സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സാണ്. അപ്പോൾ അതിനുള്ള ഇക്വേഷനായി തന്നിരിക്കുന്നത് 1/2A ഇൻറ്റു 0 Q2 0 Q3 0 0 R1 0 R2 0 R3 R1 Q1 Q2 Q2 R3 Q3. ഇനി ഏരിയ ഓഫ് ദ എലമെൻറ്റ് കണ്ടുപിടിക്കുന്നത് A = 1/2 ഇൻറ്റു 1 1 1 പിന്നെ x1 x2 x3 y1 y2 y3 അങ്ങനെയാണ്. ഇപ്പം നമുക്ക് തന്നേക്കുന്ന ട്രയാങ്കിൾ പോലത്തെ സെക്ഷനില്ലേ, അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നതാണ്. 1/2 ഇൻറ്റു ആ മെട്രിക്സിനകത്ത് x1ഉം y1ഉം x2ഉം y2ൻ്റെ ഒക്കെ വാല്യൂ കൊടുക്കാനായിട്ട് ആ ഫിഗറിൽ തന്നെ തന്നിട്ടുണ്ട്. അതെല്ലാം കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ആ കിട്ടുന്നതിന് നമ്മൾ ഈ സോൾവ് ചെയ്ത് വെച്ചേക്കുക. 1/2 ഇൻറ്റു 1 ഇൻറ്റു ആ സോൾവ് ചെയ്യുന്ന ഫോമാണ്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, മെട്രിക്സിനെ സോൾവ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് എ കിട്ടും. എ 2700 mm² എന്ന് കിട്ടും. ഇനി സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്ന ബിയാണ്. ബിയും ഡിയും കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് ബി കണ്ടുപിടിക്കുകയാണേ. ബി = 1/2A ഇൻറ്റു Q1. അതിനകത്ത് ആ എ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ബിക്കകത്ത് ആദ്യം നമ്മൾ അൺനോൺ ആയിട്ടുള്ള എ കണ്ടുപിടിക്കുക. എ കണ്ടുപിടിച്ചു 2700. ഇനി അതിനകത്ത് ഓരോ ടേം ഉണ്ട്, Q1 Q2 Q3 എന്നൊക്കെ. അത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷനകത്ത് തന്നെ കൊടുത്തേക്ക് താഴെ. Q1 = y2 - y3 y2 എന്ന് പറയുമ്പോൾ 30 y3 - 120. അപ്പോൾ അതിനുള്ള ഇക്വേഷൻസാണ് അത് നമ്മൾ പഠിക്കണം. അതുപോലെ Q3 വരെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്. പിന്നെ R1ഉം R2 R3 അതെല്ലാം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് അതെല്ലാം കണ്ടുപിടിക്കും. എന്നിട്ട് ആ വാല്യൂസ് ബി മെട്രിക്സിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ബിയുടെ വാല്യൂ കിട്ടും. ബിയുടെ വാല്യൂ നമുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ ഡി കണ്ടുപിടിക്കുക. ഇപ്പോൾ സ്ട്രെസ് ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ് കണ്ടുപിടിച്ചു. അതുപോലെ നമുക്ക് സ്ട്രെയിനെ കണ്ടുപിടിക്കണം. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കുക. ഡി കണ്ടുപിടിക്കാനായിട്ട് ഡയറക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും, കാരണം ഇ ഉണ്ട്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പം ഡി = E/1 - μ² ഇൻറ്റു 1 μ 0 അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിനകത്ത് അൺനോൺ എന്നുള്ള ഇയും മ്യൂവും മാത്രമാണ്. അത് രണ്ടും നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടുമുണ്ട്. ഇയും തന്നിട്ടുണ്ട്, മ്യൂവിൻ്റെ വാല്യൂ ഉണ്ട്. ഇയുടെ വാല്യൂ നമ്മൾ ഇട്ട് കൊടുത്തു, മ്യൂവിൻ്റെ വാല്യൂ 0.25 ഇട്ട് കൊടുത്തു. അങ്ങനെ നമുക്ക് ഡി മെട്രിക്സും കിട്ടും. അപ്പോൾ ആ കിട്ടിയ രണ്ട് മെട്രിക്സിൽ ഡിയും ബിയും അത് തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തേക്കുക. അടുത്ത സ്റ്റെപ്പ് അത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടി. അപ്പോൾ നമുക്ക് സ്ട്രെസ്സിൻ്റെ ഇക്വേഷനകത്തോട്ട് നമ്മൾ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുക. സ്ട്രെസ് സിഗ്മ = D ഇൻറ്റു ബി ഇൻറ്റു മ്യൂ. മ്യൂവും നമുക്കുണ്ടല്ലോ, നോഡൽ മെട്രിക്സ്, നോഡൽ ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ്. അതോടെ ഇട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഫൈനൽ ആൻസർ കിട്ടും. ആ ഫൈനൽ ആൻസറിനകത്തെ 311 311.08 ഇൻറ്റു
ഒരു മെട്രിക്സ് ഉണ്ട് -17 -0.5 0.75 എന്നൊക്കെ ഉള്ളത്. അതിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഒരു മെട്രിക്സ് കിട്ടി -5288.36 അങ്ങനെയുള്ള ആ മെട്രിക്സ് കിട്ടി. അപ്പോൾ അതിൻ്റെ ഓരോ ടേമും ആദ്യത്തെ ടേം സിഗ്മ എക്സ് എന്ന് പറയുമ്പോൾ നോർമൽ സ്ട്രെസ്സ് അത് കിട്ടി. സിഗ്മ വൈ എന്ന് പറയുമ്പോൾ നോർമൽ സ്ട്രെസ്സ്, അതുപോലെ ഷിയർ സ്ട്രെസ്സും കിട്ടി. അപ്പോൾ ഓരോ ടേമിൽ നിന്ന് നമുക്ക് കറക്റ്റ് കറസ്പോണ്ടിങ് ആയിട്ട് ആ മെട്രിക്സ് കിടക്കുന്ന എടുത്ത് എഴുതി കഴിയുമ്പോൾ നമുക്ക് ഓരോന്നും കിട്ടും. എന്നിട്ട് അടുത്ത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന മേജർ. ഇപ്പോൾ നമുക്ക് കിട്ടിയത് നോർമൽ സ്ട്രെസ്സ് പിന്നെ ഷിയർ സ്ട്രെസ്സ് കിട്ടി. സിഗ്മ എക്സ് ഡയറക്ഷനിലുള്ള വൈ ഡയറക്ഷനിലുള്ള നോർമൽ സ്ട്രെസ്സസും ഷിയർ സ്ട്രെസ്സ് ടോ എക്സ് വൈ ആണ് ഇപ്പോൾ ഇത്ര നമുക്ക് കിട്ടിയത്. ഇനി അടുത്ത നമ്മൾ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സ് കുറച്ച് മുമ്പ് കാണിച്ച്, അപ്പോൾ അത് കണ്ടുപിടിക്കാൻ സിഗ്മ എക്സ്. അത് ഈസിയാണ്, നമ്മൾ നേരത്തെ പണ്ടൊക്കെ ചെയ്തിട്ടുള്ള സിഗ്മ മാക്സ്. അതിനകത്ത് സിഗ്മ എക്സിൻ്റെ വാല്യൂ, സിഗ്മ വൈയുടെ വാല്യൂ, പിന്നെ ടോ എക്സ് വൈയുടെ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. അതിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് സിഗ്മ മാക്സ് കിട്ടും. മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സിനകത്ത് ഇതൊക്കെ തന്നെ ഉള്ളൂ. ടോ എക്സ് വൈയുടെ വാല്യൂയും സിഗ്മ എക്സിൻ്റെ സിഗ്മ വൈയുടെ വാല്യൂ അറിഞ്ഞാൽ മതി. അത് ഇട്ട് കൊടുക്കുക, നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ഈ കംപ്രസീവ് എന്നൊക്കെ ഇപ്പോൾ കൊടുത്തതെന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ വന്നേക്കുന്നതുകൊണ്ടാണ് കംപ്രസീവ് മൈനസ് സൈൻ വന്നതുകൊണ്ട് സ്ട്രെസ്സ്. രണ്ട് സ്ട്രെസ്സും കംപ്രസീവ്, സിഗ്മ 1 സിഗ്മ 2. പിന്നെ പ്രിൻസിപ്പൽ ആംഗിൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ tan 2θ p = 2 tau xy by sigma x minus sigma y. എന്നിട്ട് 2θ p = tan inverse of 2 tau xy by sigma x minus sigma y. അതിനകത്തോട്ട് വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. എല്ലാത്തിൻ്റെ വാല്യൂ നമുക്കുണ്ട്, അതുകൊണ്ട് അതിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് തീറ്റയും കിട്ടും. ഇത്രേ ഉള്ളൂ. ആ വാല്യൂസ് എല്ലാം ഒന്നുകൂടെ എടുത്ത് എഴുതിയേക്കുക. ഇത് മനസ്സിലായില്ലെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതിയേ.